ഡീപ്പസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് 15 ഹിമാലയത്തിലേക്ക്. ഫെബ്രുവരി മാസത്തിലെ മനോഹരമായ ഒരു സായാഹ്നത്തിൽ ഞാൻ ചെന്നൈ എക്സ്പ്രസ്സിൽ കയറി. ഹിമാലയത്തേക്കുള്ള യാത്രയ്ക്ക് തുടക്കമായി. എനിക്ക് ഏകദേശം 20 വയസ്സ് പ്രായമായിരുന്നു അപ്പോൾ. അന്നൊക്കെ ചെന്നൈയിൽ എത്തിച്ചേരുന്നതിന് 20 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കും. സഹയാത്രക്കാരുമായി സംസാരിക്കുന്നത് ഞാൻ കഴിയുന്നിടത്തോളം ഒഴിവാക്കി. ട്രെയിൻ പിറ്റേന്ന് വൈകുന്നേരം എപ്പോഴോ എഗ്മോർ സ്റ്റേഷനിലെത്തി. എൻ്റെ മുത്തച്ഛൻ ചെന്നൈയിൽ താമസിച്ചിരുന്നു. ഞാൻ അവധിക്കാലങ്ങളിൽ 3 പ്രാവശ്യം അവിടെ പോയിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഥലം സുപരിചിതമായിരുന്നു. ചെന്നൈയിലെ ബസ് സർവീസ് നല്ല രീതിയിൽ നടത്തിപ്പോന്നിരുന്നു. തിയോസോഫിക്കൽ സൊസൈറ്റിയിലേക്കും രാമകൃഷ്ണ മിഷനിലേക്കും മൈലാപ്പൂരിലെ കപാലീശ്വര ക്ഷേത്രത്തിലേക്കും പോകേണ്ട വഴി എനിക്കറിയാമായിരുന്നു. ഹിമാലയത്തേക്ക് പോകുന്നതിന് ആദ്യം വേണ്ടത് ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കുക എന്നതായിരുന്നു. എഗ്മോർ സ്റ്റേഷനിൽ നിന്നും ചെന്നൈ സെൻട്രലിലേക്ക് പോകാനായി ബസ്സിൽ കയറി. ഞാൻ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് മറ്റന്നാൾ ഡൽഹിയിലേക്കുള്ള സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ടിക്കറ്റ് തരപ്പെടുത്തി. സ്റ്റേഷനടുത്തുള്ള വാടക കുറവുള്ള ഹോട്ടലിൽ മുറിയെടുത്തു. കുളി കഴിഞ്ഞ് വേഷം മാറ്റിയിട്ട് മസാല ദോശ വാങ്ങിക്കഴിച്ചു. എന്നിട്ട് കിടക്കയിൽ കിടന്നുകൊണ്ട് ധ്യാനിച്ചു. എന്നാൽ ക്ഷീണം കാരണം അറിയാതെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാമകൃഷ്ണ മിഷനും കപാലീശ്വര ക്ഷേത്രവും തിയോസഫിക്കൽ സൊസൈറ്റിയും സന്ദർശിച്ചു. തിയോസഫിക്കൽ സൊസൈറ്റിയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിടർത്തിയിരുന്ന ജയകൃഷ്ണമൂർത്തിയുടെ ജീവചരിത്രവും പ്രബോധനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റി, അതായത് ബ്രഹ്മവിദ്യാസംഘം ത്തിലെ ആചാര്യന്മാരുടെ ഈശ്വരജ്ഞാനം കേവലം ഭാവന സൃഷ്ടിമാണെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. എന്നാൽ അധ്യാത്മ പുരോഗതി കൈവരിച്ച നിരവധി ആചാര്യന്മാർ അവിടെ ഉണ്ടെന്ന് ഞാൻ വ്യക്തിപരമായി ഉറച്ചു വിശ്വസിച്ചിരുന്നു. മുമ്പൊരിക്കൽ സമുദ്രത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വളഞ്ഞു പുളഞ്ഞ് വിശാലമായി കിടക്കുന്ന തിയോസഫിക്കൽ സൊസൈറ്റി ക്യാമ്പസ് സന്ദർശിച്ചപ്പോൾ മനസ്സിന് അളവറ്റ ശാന്തി അനുഭവവേദ്യമായി. ഇത്തവണ ഞാൻ അറിയാൽ ചുവട്ടിലെ ബെഞ്ചിൽ ഇരുന്നു. അന്നേരം മനസ്സ് വിശാലതയും പ്രശാന്തതയും കൈവരിച്ചു. അതോടൊപ്പം തന്നെ മനസ്സിന് നിശ്ചയദാർഢ്യവും ലഭിച്ചു. ഞാൻ ചെയ്യാനിരിക്കുന്ന സാഹസിക യാത്രയെ സംബന്ധിക്കുന്ന എല്ലാ ഉത്കണ്ഠകൾക്കും ശമനമുണ്ടായി. അതിനുശേഷം ഞാൻ സുപ്രസിദ്ധനായ സൂഫി വിശുദ്ധൻ മോത്തി ബാബയുടെ ശവകുടീരം സന്ദർശിച്ചു. വൈകുന്നേരം ഹോട്ടലിലേക്ക് മടങ്ങി. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വയർ നിറയെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് വേഷം മാറിയിട്ട് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൻ്റെ 2ാമത്തെ വാള്യം കുറച്ചു സമയം വായിച്ചു. അതിനുശേഷം ധ്യാനിക്കാനിരുന്നു. ഹൃദയചക്രത്തിൽ സ്ഥിരമായി കാണാറുണ്ടായിരുന്ന വെള്ളിയുടെ നിറമുള്ള വെളിച്ചം അന്ന് ധ്യാനിക്കുന്ന സമയത്ത് ആദ്യം ഓറഞ്ച് നിറത്തിലും പിന്നീട് കടുത്ത വയലറ്റ് നിറത്തിലും കാണപ്പെട്ടു. വയലറ്റ് നിറമുള്ള ചക്രം വികസിക്കുകയും നടുക്കുവച്ച് 2ആയി പിളർന്ന് ഹിമാലയത്തിലെ രംഗങ്ങൾ കാണിച്ചു തരികയും ചെയ്തു. ഹിമാച്ഛാദിതമായ കൊടിമുടിയുടെ താഴ്വാരത്തിൽ ഞാൻ ചെറിയ ഒരു ഗുഹ കണ്ടു. ഗുഹയുടെ പുറത്ത് ആരോ നിൽക്കുന്നുണ്ടായിരുന്നു. രൂപം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. മഞ്ഞുകൊണ്ട് മൂടിയിരുന്നത് കൊണ്ടാകാം എന്ന് ഞാൻ വിചാരിച്ചു. ഒരു ശബ്ദം എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വിചിത്രമായ പേര് പറഞ്ഞാണ് വിളിച്ചത്. അത് എനിക്ക് വ്യക്തമായില്ല. പിന്നീട് പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് അതിരാവിലെ ഞാൻ ന്യൂഡൽഹി എക്സ്പ്രസ്സിലെ സ്ലീപ്പർ ബോഗിയിലിരുന്നു.
ആ യാത്ര ബഹുലമായിരുന്നില്ല. ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടിയതാണ് അതിന് കാരണം. 48 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. ആ സ്ഥലം ഡൽഹിയിലെ ഏറ്റവും പ്രാചീനവും വൃത്തിഹീനവുമാണ്. പല കെട്ടിടങ്ങളും, വിശേഷിച്ചും ഗംഭീരം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന റെഡ് ഫോർട്ടും ജുമാ മസ്ജിദും ദീർഘകാലത്തെ ഇസ്ലാമിക ഭരണത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഈ റെഡ് ഫോർട്ടിൽ ഇരുന്നു കൊണ്ടാണ് വൃദ്ധനും ദുർബലനുമായ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ ശിപ്പായി ലഹളയ്ക്ക് നേതൃത്വം നൽകുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തത്. രാവിലെ 8 മണിക്ക് ഡെറാഡൂണിലേക്കുള്ള ട്രെയിനിൽ കയറി. അത് ഹരിദ്വാറിൽ നിന്നു. 8 മണിക്കൂറിൽ കൂടുതൽ സമയം എടുത്താണ് വൈകുന്നേരം ഹരിദ്വാറിൽ എത്തിയത്. അപ്പോഴാണ് ഋഷികേശിലേക്കുള്ള ട്രെയിൻ രാവിലെയാണ് പുറപ്പെടുന്നതെന്ന് അറിഞ്ഞത്. അതിനാൽ കുറച്ചു സമയം ഹരിദ്വാറിൽ കഴിച്ചുകൂട്ടാമെന്ന് കരുതി. ഹരിദ്വാർ എന്ന് പേര് നൽകാൻ കാരണം ഹിമാലയത്തിലെ ഉയർന്ന സ്ഥലങ്ങളിലേക്കുള്ള പോകാനുള്ള പ്രവേശന കവാടമാണ് ഹരിദ്വാർ. ഇത്തരം ഉന്നത സ്ഥാനങ്ങളിലാണ് ബദ്രിനാഥിലെ ദേവനായ ഹരിയും കേദാർനാഥിലെ ദേവനായ ഹരനും കുടികൊള്ളുന്നത്. ഹരിക്ക് പൗരി എന്ന ഭാഗത്ത് ആദ്യമായി മഹത്തായ ഗംഗാനദി പ്രതാപത്തോടുകൂടി ഒഴുകുന്നത് കണ്ടു. കിടിലം കൊള്ളിക്കുന്ന കാഴ്ചയായിരുന്നു അത്. അനേകം വിനോദസഞ്ചാരികളും തീർത്ഥാടകരും പല ആവശ്യങ്ങൾക്കായി പോയിക്കൊണ്ടിരുന്നു. കുളിർമ പകർന്ന നിർമ്മലമായ ജലപ്രവാഹത്തിൽ നിന്ന് എൻ്റെ ശ്രദ്ധ വ്യതിചലിച്ചില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നുപോയി. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞാൻ മഞ്ഞ നിറമുള്ള ഒരു ധോത്തിയും മഞ്ഞ നിറത്തിൽ തന്നെ മുട്ടോളം ഇറക്കമുള്ള അരക്കയ്യൻ ഷർട്ടും ഒരു മഞ്ഞ സഞ്ചിയും വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ഞാൻ ബാർബർ ഷോപ്പിൽ പോയി എൻ്റെ തലമുടിയും മീശയും വെട്ടിച്ചു കളഞ്ഞു. എന്നാൽ തലയിൽ ചെറിയ വട്ടത്തിലുള്ള കുടുമ മാത്രം വച്ചിരുന്നു. ശതാബ്ദങ്ങളായി ബ്രഹ്മചാരികൾ ഉപയോഗിച്ചു വരുന്ന ഒരു അടയാളമാണ് അത്. ബാർബർ ഷോപ്പിലെ കണ്ണാടിയിൽ നോക്കി ഞാൻ സ്വയം ആസ്വദിച്ചു. നിശ്ചയദാർഢ്യത്തോടെ വിദൂരമായ ഹിമാലയത്തിലെ ഗുരുവിനെ എന്ത് കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് അന്വേഷിക്കാൻ പുറപ്പെട്ട ഒരു ബ്രഹ്മചാരിയുടെ തേജസ്സുറ്റ മുഖത്തിന് തുല്യമായി അനുഭവപ്പെട്ടു. ഹരിക്ക് പൗരിയിൽ ഞാൻ ഗംഗയിൽ കുളിച്ചു. മഞ്ഞ മുണ്ടും മഞ്ഞ ഷർട്ടും ധരിച്ചു. പല സന്യാസികളും റബ്ബർ ചെരുപ്പുകൾ ധരിച്ചിരുന്നതിനാൽ ഞാനും റബ്ബർ ചെരുപ്പുകൾ ഉപേക്ഷിച്ചില്ല. എൻ്റെ വലത് തോളിൽ തൂക്കിയിട്ടിരുന്ന തുണിസഞ്ചിയിൽ ഏതാനും പുസ്തകങ്ങളും ഒരു ടവലും ഒരു പെൻസിലും ടൂത്ത് ബ്രഷും ഉണ്ടായിരുന്നു. ഇടതുവശത്തെ തോളിൽ ഒരു കമ്പിളി പുതപ്പും ഉണ്ടായിരുന്നു. അത് രാത്രിയിൽ കിടക്കാനും ധ്യാനത്തിനും ഉപയോഗിച്ചിരുന്നു. പിന്നെ വേണ്ടിയിരുന്നത് ഒരു ജലപാത്രം, അതായത് കമണ്ഡലം ആയിരുന്നു. അത് സമീപത്ത് കണ്ട കടയിൽ നിന്ന് വാങ്ങി. കാണാൻ ചന്തമുള്ള പിത്തള പാത്രമായിരുന്നു അത്. ഞാൻ എൻ്റെ പക്കൽ ബാക്കി എത്ര പണമുണ്ടെന്ന് പരിശോധിച്ചു. ആവശ്യത്തിന് പണമുണ്ടെന്ന് ഉറപ്പുവരുത്തി. ആ പണം എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. 2 വർഷം മുമ്പ് എൻ്റെ മുത്തച്ഛൻ എനിക്ക് സമ്മാനിച്ച എനിക്കാർ വാച്ച് ഞാൻ കയ്യിൽ കെട്ടിയിരുന്നു. ഒരു സത്യാന്വേഷിയായ എൻ്റെ പ്രതിച്ഛായയ്ക്ക് അത് അനുയോജ്യമല്ലെന്ന് കരുതി ആ വാച്ച് ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാൻ അത് കയ്യിൽ നിന്ന് ഊരി കുടിക്കടവിലെ പടിയിൽ കൊണ്ടുവച്ചു. ഒരുപക്ഷെ ഹരിദ്വാറിൽ വെച്ച് ഏതെങ്കിലും മഹായോഗിയെ കണ്ടുമുട്ടിയേക്കും എന്ന പ്രതീക്ഷയിൽ ഹരിദ്വാറിൽ അന്വേഷണം തുടർന്നു. ഹരിക്ക് പൗരിയിൽ നിന്നുകൊണ്ട് എനിക്ക് ശിവാലിക് കുന്നുകൾ കാണാമായിരുന്നു. കൂടാതെ അനേകം ആശ്രമങ്ങളുടെയും ദേവാലയങ്ങളുടെയും മേൽക്കൂരകളും കാണാൻ കഴിഞ്ഞു. ഞാൻ റോഡിലൂടെ മുകളിലോട്ട് പോയപ്പോൾ
ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രം കണ്ടു. ബ്രാഹ്മണ പുരോഹിതൻ എൻ്റെ നെറ്റിയിൽ ചുവന്ന തിലകം ചാർത്തി. അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മ്ലാനത പരന്നു. ഉടനെ ഞാൻ 1 രൂപ ദക്ഷിണ കൊടുത്തു. അപ്പോൾ അദ്ദേഹം എനിക്ക് മംഗളം നേരുകയും ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അനേകം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സന്ദർശിച്ചു. അനേകം സന്യാസിമാരെയും സാധകരെയും കാണാൻ കഴിഞ്ഞു. മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അടയാളക്കുറികൾ കാണാനിടയായി. വൈഷ്ണവർ കുത്തനെ ഉള്ള വരകളാണ് നെറ്റിയിലിടുന്നത്. ശൈവ മത വിശ്വാസികൾ ഭസ്മം കൊണ്ട് സമാന്തരമായ നേർവരകളാണ് ഇടുന്നത്. ശാക്തമാരാണെങ്കിൽ രക്തവർണ്ണത്തിലുള്ള പൊട്ടാണ് തൊടുന്നത്. അതുപോലെ പലതരത്തിലുള്ള വ്യത്യസ്തതകൾ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വേഷത്തിൻ്റെ കാര്യത്തിലും വ്യത്യാസങ്ങൾ കാണുകയുണ്ടായി. ചിലർ അസാധാരണ വസ്ത്രങ്ങളും വേറെ ചിലർ വിദേശ വസ്ത്രങ്ങളും മറ്റു ചിലർ സാധാരണ കാവ്യമുണ്ടും എന്നാൽ വേറെ ചിലർ അരയിൽ നാമമാത്രമായി അതായത് കൗപീനവും മാത്രമാണ് ധരിച്ചിരുന്നത്. ഇവരെ കൂടാതെ ജഡധാരികളായ നാഗസന്യാസിമാരും ഉണ്ടായിരുന്നു. അവർ ദിഗംബരന്മാരായിരുന്നു. എന്നുവച്ചാൽ അവർ തികച്ചും നഗ്നരായിരുന്നു. അവർ നിർവികാരമായി തങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്നും കിട്ടുന്ന ആദരവിൽ ഉത്സാഹഭരിതരായി സഞ്ചരിക്കുന്നതും കാണാൻ കഴിഞ്ഞു. നിർവാണി പരമഹംസ അഖാഡ വിഭാഗത്തിൻ്റെ ഒരാശ്രമത്തിൽ പോകാനിടയായി. പ്രധാന മഠാധിപതി മഹാമണ്ഡലേശ്വർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ വെച്ച് ഒരു കേരളീയനെ പരിചയപ്പെടുകയുണ്ടായി. അയാൾ പ്രധാന മഠാധിപതിയുടെ അടുത്ത് ശിഷ്യനാണെന്ന് അവകാശപ്പെട്ടു. എൻ്റെ ഉച്ചാരണ രീതി കേട്ടിട്ടായിരിക്കണം ഞാൻ ഒരു കേരളീയനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ആശ്രമത്തിലെ ഭക്ഷണം കഴിക്കുന്ന ഹാളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയ അയാൾ എനിക്ക് ഒരു ഗ്ലാസ് നിറയെ ചൂടുള്ള പശുവിൻ പാല് കുടിക്കുവാൻ തന്നു. ഞാൻ ഏറെ നേരം അയാളുമായി സംസാരിച്ചു. അയാൾ മുമ്പ് ഭാരത സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അയാൾ ആശ്രമത്തിലെ അന്തേവാസിയായി കഴിയുന്നു. അയാളുടെ ഭാര്യ മരിച്ചതിന് ശേഷമാണ് ആശ്രമത്തിൽ തൻ്റെ സുന്ദരിയായ മകളോടൊപ്പം വന്നത്. അവർ ആശ്രമം വക സ്കൂളിലെ അധ്യാപികയാണ്. ഞാൻ എൻ്റെ യഥാർത്ഥ പേര് പറഞ്ഞപ്പോൾ അയാൾ ഒന്ന് ഞെട്ടി. അല്പസമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എൻ്റെ ആത്മാർത്ഥതയിലും ഹൈന്ദവ തത്വശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയിലും അടിയുറച്ച വിശ്വാസത്തിലും മതിപ്പ് തോന്നി. അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥ സാധകനാണ്. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തുകയാണെങ്കിൽ അധ്യയനം തുടരുന്നതിന് തടസ്സങ്ങൾ നേരിട്ടെന്ന് വരും. ആധ്യാത്മിക ദീക്ഷ ലഭിക്കാനും ബുദ്ധിമുട്ടേണ്ടി വരും. അതിന് കാരണമുണ്ട്. നിർഭാഗ്യവശാൽ ആധ്യാത്മിക രംഗത്ത് ഇപ്പോഴും യഥാസ്ഥിതിക മനോഭാവം വെച്ച് പുലർത്തുന്നവർ ഉണ്ട്. അയാൾ തുടർന്നു, അതിനാൽ ഞാൻ ഒരു നിർദ്ദേശം തരാം. നിങ്ങൾ ഒരു ഹൈന്ദവ നാമം സ്വീകരിക്കൂ. ഹിന്ദുക്കളിലും നവദീക്ഷിതർ പുതിയ പേര് സ്വീകരിക്കാറുണ്ടല്ലോ. നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണ്? ശിവനാണെന്ന് ഞാൻ അറിയിച്ചു. കൈലാസവാസിയും ധ്യാന നിരതനുമായ ശിവനാണ് എൻ്റെ ഇഷ്ടദേവൻ, ഞാൻ തുടർന്നു പറഞ്ഞു. അയാൾ എന്നെ അഭിനന്ദിച്ചു. കൊള്ളാം, ഞാൻ ശിവപ്രസാദ് എന്ന പേര് നിർദ്ദേശിക്കാം. അത് മഹത്തായ നാമമാണ്. ഇപ്പോൾ മുതൽ തന്നെ ഈ പേര് സ്വീകരിക്കൂ. ഞാൻ സ്വാമിയെ കാണുമ്പോൾ നിങ്ങളെ ഈ പേരിൽ പരിചയപ്പെടുത്താം. എന്തു പറയുന്നു, സമ്മതമാണോ? ഞാൻ ആശ്രമവാസിയോട് ആരാഞ്ഞു. ഞാൻ പുതിയ പേര് സ്വീകരിക്കുകയാണെങ്കിൽ അത് എൻ്റെ ആധ്യാത്മിക അന്വേഷണത്തിന് സഹായകരമാകുമോ? ആശ്രമവാസി തറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും. ഇങ്ങനെ പറഞ്ഞിട്ട് ആശ്രമവാസി തൻ്റെ സുന്ദരിയായ മകൾ ശ്രീദേവിയെ അടുത്ത് വിളിച്ചു. എന്നെ അവൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം ബ്രഹ്മചാരി ശിവപ്രസാദാണ്. പിന്നീടുള്ള എൻ്റെ ആത്മീയ യാത്രയിൽ മിക്കവാറും ഈ പേരിലാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടത്. ശിവപ്രസാദ് എന്ന പേര് പലതും കൊണ്ടും എനിക്ക് സഹായകരമായി.
ഞാൻ മഠാധിപതിയെ വൈകുന്നേരം കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആശ്രമവാസിയായ എൻ്റെ സുഹൃത്ത് ശ്രീ അയ്യർ എന്നെ മഠാധിപതിക്ക് പരിചയപ്പെടുത്തി. മഠാധിപതി ഞാൻ ആശ്രമത്തിൽ കഴിയുകയും ആശ്രമം വക സ്കൂളിൽ കുറച്ചു സമയം ജോലി ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യട്ടെ എന്ന് നിർദ്ദേശിച്ചു. മഠാധിപതി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ധ്യാനത്തിന് സഹായകരമായ ദീക്ഷ നൽകാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നാളെ തന്നെയാക്കാം. ഹരിദ്വാർ ഒരു പുണ്യസ്ഥലമാണ്. ആശ്രമത്തിലെ അന്തേവാസിയായി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആധ്യാത്മിക തലത്തിൽ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും. പക്ഷേ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പ്രത്യേകം കരുതൽ വേണം. ഇത് കലിയുഗമാണ്. ഇവിടെ കാണപ്പെടുന്ന പല സന്യാസിമാരും വഞ്ചകരാണ്. അവർ നിങ്ങൾക്ക് സത്യത്തിലേക്കുള്ള കുറുക്കുവഴികൾ പറഞ്ഞു തരും. പക്ഷേ നിങ്ങൾക്ക് ഒടുവിൽ നിരാശപ്പെടേണ്ടി വരും. ഒരു നിമിഷം ഒന്നും മിണ്ടാതിരുന്നു. എന്നിട്ട് തുടർന്നു, ഈ സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള ചില ആശ്രമങ്ങളും കാണാൻ കഴിയും. ഈ ആശ്രമങ്ങൾക്ക് സ്വന്തം ഹെലികോപ്റ്ററുകളുണ്ട്. അവിടെ എയർ കണ്ടീഷൻ ചെയ്ത ധ്യാന കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. വിദേശീയരും വിദ്യാസമ്പന്നരുമായ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഈ സജ്ജീകരണങ്ങൾ. ഈ ആശ്രമങ്ങൾ വിദ്യാസമ്പന്നരായ ശിഷ്യന്മാരെ തെരഞ്ഞുപിടിക്കും. കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെപ്പോലെയുള്ളവർ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്യും. കൂടാതെ വേറൊരു കൂട്ടരുണ്ട്. കഞ്ചാവിനും മറ്റും അടിമപ്പെട്ടവർ ആണ് അവർ. വിശുദ്ധരായി അടിച്ചുകൊണ്ട് അവർ ധനം ആർജിച്ച് ജീവിതം നയിക്കുന്നു. അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തു പഠിക്കാൻ കഴിയും? മിസ്റ്റർ അയ്യർ നിങ്ങൾക്ക് താമസിക്കാനുള്ള മുറി കാണിച്ചു തരും. ശ്രീ അയ്യർ എനിക്ക് തങ്ങാനുള്ള മുറി കാണിച്ചു തന്നു. മുറിയിലെ ജനാലയിലൂടെ നോക്കിയാൽ ഗംഗാനദി കാണാമായിരുന്നു. ഏതാനും ദിവസം ഞാൻ അവിടെ സുഖമായി കഴിഞ്ഞു. ആശ്രമത്തിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അവിടെ 60-ലധികം പശുക്കളുണ്ടായിരുന്നു. നല്ല ഭക്ഷണമാണ് കിട്ടിയിരുന്നത്. ഇഷ്ടം പോലെ പാലും നെയ്യും പഴങ്ങളും കഴിക്കാൻ കിട്ടിയിരുന്നു. ശ്രീ അയ്യരും അദ്ദേഹത്തിൻ്റെ മകളും വളരെ സൗഹൃദത്തോടെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. അധികം വൈകാതെ തന്നെ എനിക്ക് ഒരു കാര്യം ബോധ്യമായി. സുന്ദരിയായ ശ്രീദേവിയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നതായി അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ശ്രീദേവി എന്നോടും അടുത്തുകൊണ്ടിരുന്നു. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്നും പോകുന്നതായിരിക്കും കരണീയമെന്ന് വിചാരിച്ചു. മാത്രവുമല്ല, എൻ്റെ പ്രാഥമികമായ ലക്ഷ്യം ഇതുവരെയും നിറവേറ്റാനായില്ല. ഹിമാലയത്തിൻ്റെ മുകൾ പരപ്പിലേക്കുള്ള യാത്രയായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിൽ നിന്ന് പിന്തിരിയാൻ ആഗ്രഹമില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ എൻ്റെ ചുരുക്കം ചില സാധനങ്ങളുമായി ഋഷികേശിലേക്ക് പുറപ്പെട്ടു. ഋഷികേശിലേക്കുള്ള ട്രെയിൻ യാത്ര അതീവ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. മിക്ക യാത്രക്കാരും വിവിധ സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാരായിരുന്നു. ഞാൻ മാത്രമായിരുന്നു ടിക്കറ്റ് എടുത്ത യാത്ര ചെയ്തത്. ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് എക്സാമിനർ നടക്കുന്നത് കണ്ടുവെങ്കിലും ആരോടും ടിക്കറ്റ് ചോദിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ അടുത്തിരുന്ന ഒരു ബൈരാഗി ബാബാജിയോട് അതേപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, കുട്ടി, നീ ഈ സ്ഥലത്ത് ആദ്യമായി വരികയാണെന്ന് തോന്നുന്നു. ഈ ട്രെയിൻ ഭഗവാന്റെ ട്രെയിനാണ്. ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളോട് ടിക്കറ്റ് ഉണ്ടോ എന്ന് ആർക്കും ചോദിക്കാൻ കഴിയും. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഏതാനും സന്യാസിമാരെ പിന്തുടർന്ന് മുനി കി രേത്തി എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഗംഗാനദിയുടെ ഇരുകരകളിലും അനേകം ആശ്രമങ്ങൾ കാണപ്പെട്ടു. അപ്പോൾ സമയം വൈകുന്നേരമായിരുന്നു. 100 പടികൾ ചവിട്ടിക്കയറി ഞാൻ സ്വാമി ശിവാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസിദ്ധമായ ഡിവൈൻ ലൈഫ് സൊസൈറ്റിയിൽ പോയി. ശിവാനന്ദ സരസ്വതി അന്ന് ജീവിച്ചിരിപ്പില്ലായിരുന്നു. സ്വാമി ചിദാനന്ദനായിരുന്നു അന്ന് സൊസൈറ്റിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത്. സ്വാമി ചിദാനന്ദൻ സ്വാമി ശിവാനന്ദ സരസ്വതിയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു.
ആ സമയത്ത് തുറസായ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സത്സംഗം നടക്കാൻ പോകുകയായിരുന്നു. കാലുകൾ കുറുകെ പിണഞ്ഞു വെച്ചുകൊണ്ട് സ്വാമി ചിദാനന്ദൻ വേദിയിൽ ഇരിക്കുകയായിരുന്നു. മെലിഞ്ഞ ശരീരവും നല്ല പൊക്കവുമുള്ള അദ്ദേഹം നിവർന്നിരിക്കുകയായിരുന്നു. ഏകദേശം 50 ശ്രോതാക്കൾ ഉണ്ടായിരുന്നു. അവരിൽ ചിലർ പാശ്ചാത്യരായിരുന്നു. അദ്ദേഹം ആരോ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം ഇംഗ്ലീഷിൽ നൽകുകയായിരുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ ഓഡിറ്റോറിയത്തിലേക്ക് കടന്ന് ഒരു മൂലയിൽ ഇരുന്നു. അദ്ദേഹം തൻ്റെ സംസാരം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് എൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, "നിങ്ങൾ എപ്പോൾ എത്തി?" ചിരകാല സുഹൃത്തിനോടെന്ന പോലെയാണ് അദ്ദേഹം ചോദിച്ചത്. ആശ്ചര്യചകിതനായ ഞാൻ വീക്കി പറഞ്ഞു, "ഒരല്പം മുമ്പ്." ഉടനെ അദ്ദേഹം പറഞ്ഞു, "എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇപ്പോൾ പോയി കുളിച്ചിട്ട് വിശ്രമിക്കൂ. നിങ്ങൾക്ക് നാളെ സത്സംഗത്തിൽ പങ്കെടുക്കാവുന്നതാണ്." അദ്ദേഹം തിരിഞ്ഞ് തൻ്റെ അരികിൽ നിൽക്കുകയായിരുന്ന ബ്രഹ്മചാരിയായ ഒരു യുവാവിനോട് എന്തോ മന്ത്രിച്ചു. ബ്രഹ്മചാരി എൻ്റെ സമീപത്ത് വന്ന് എന്നോട് പറഞ്ഞു, "വരൂ." ഞാൻ സ്വാമിയെ വണങ്ങിയതിനു ശേഷം ബ്രഹ്മചാരിയോടൊപ്പം പോയി. തത്സമയം സ്വാമി ചൊല്ലിയ ഹരി ഓം എന്ന മധുരസ്വരത്തിലുള്ള മന്ത്രധ്വനി എൻ്റെ കാതുകൾക്ക് ആനന്ദം പകർന്നു. അടിവാരത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു മുറി എനിക്ക് കാണിച്ചു തന്നു. അടിസ്ഥാന സൗകര്യങ്ങളുള്ള മുറി വൃത്തിയും വെടിപ്പും ഉള്ളതായിരുന്നു. ഞാനും തമിഴ് സംസാരിക്കും എന്നറിഞ്ഞപ്പോൾ തമിഴ്നാട്ടുകാരനായ ബ്രഹ്മചാരിക്ക് സന്തോഷമായി. 2 കോട്ടൺ ടവലുകൾ തന്നിട്ട് കൃത്യം 7:30 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഹാളിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ഹാൾ എവിടെയാണെന്ന് പറഞ്ഞു തന്നിട്ട് അവിടെ വെച്ച് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ബ്രഹ്മചാരി ധൃതിയിൽ പോയി. ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ചു. തണുപ്പ് കൊണ്ടുള്ള വിറയിൽ തീർന്നതിനു ശേഷം കൂടെ കൊണ്ടുപോയിരുന്ന 2ാമത്തെ ജോഡി മഞ്ഞ ധോത്തിയും മഞ്ഞ ഷർട്ടും ധരിച്ചുകൊണ്ട് പടിയിറങ്ങി. ഭക്ഷണം കഴിക്കുന്ന ഹാളിലേക്ക് റോഡ് മുറിച്ചാണ് പോകേണ്ടിയിരുന്നത്. ഇനിയും വളരെ സമയം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കടവിലേക്ക് പോയി ഒരു പടിയിലിരുന്നു. ഗംഗയുടെ ഒഴുക്കും നോക്കിയിരുന്നു. തോണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. നദിയുടെ അക്കരെയും അനേകം ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ബാബ കാലി കമ്പാളിവാലയുടെ സ്വർഗാശ്രമം പഴക്കം ചെന്ന ആശ്രമങ്ങളിൽ ഒന്നായിരുന്നു. സമയം സന്ധ്യയായി. നദിയുടെ ഇരുകരകളിലും കൊച്ചു കൊച്ചു ദീപങ്ങൾ നദീപ്രവാഹത്തിൽ ഒഴുക്കിക്കൊണ്ട് ഗംഗാദേവിയെ ആളുകൾ ആരാധിക്കുകയും കീർത്തനങ്ങൾ പാടുകയും ദീപാരാധന ഒഴിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ സന്ധ്യ എത്രയും മനോഹരമായിരുന്നു. നദിയുടെ അക്കരയിൽ നിന്ന് പ്രാചീന സംസ്കൃത ഭാഷയിലുള്ള മനം കവരുന്ന മധുരസ്വരത്തിലുള്ള ജപധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഡൈനിങ് ഹാളിലെ മണിയുടെ മുഴക്കം കേട്ടു. ഞാൻ പടിയിൽ നിന്ന് ചാടിയണീറ്റു. ആത്മാവിൻ്റെ വിശപ്പ് ശമിച്ചിരുന്നുവെങ്കിലും ശരീരത്തിന് വിശപ്പ് അനുഭവപ്പെട്ടിരുന്നു. ഹാളിനുള്ളിൽ സന്യാസിമാരും ദണ്ഡിസ്വാമികളും ഒരു ഭാഗത്തും മറ്റുള്ളവർ മറുഭാഗത്തും ഇരുന്നു. എല്ലാവരും നിലത്തിരുന്നു കൊണ്ട് സ്റ്റീൽ പ്ലേറ്റുകളിലാണ് ഭക്ഷണം കഴിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബ്രഹ്മചാരി അവിടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരോടൊപ്പം അയാളും ഭക്ഷണം വിളമ്പി. ചോറും ഇലക്കറികളും സാമ്പാറും ഒരു ലഡ്ഡുവുമായിരുന്നു ഓരോരുത്തർക്കും ലഭിച്ച വിഭവങ്ങൾ. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് 2ാമതും വാങ്ങിക്കഴിച്ചു. വയറ് നിറച്ച് കഴിച്ചത് കാരണം എനിക്ക് ക്ഷീണവും ഉറക്കവും അനുഭവപ്പെട്ടു. ബ്രഹ്മചാരിയിൽ നിന്ന് അവിടുത്തെ ദിനചര്യ മനസ്സിലാക്കിയ ഞാൻ മുറിയിൽ ഒരല്പസമയം വിശ്രമിച്ചു. ജനാലകൾ തുറന്നുകൊണ്ട് ഇട്ടുകൊണ്ട് കട്ടിലിൽ ഇരുന്ന് കുറച്ചു സമയം ധ്യാനിച്ചു. അതിനുശേഷം ഞാൻ കിടക്കയിൽ കിടന്നതും ഉറങ്ങിയതും ഒരുമിച്ചായിരുന്നു. ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ഒരു താഴ്വരയിലെ ചെറിയ പാതയിലൂടെ നടക്കുകയായിരുന്നു. പാതയുടെ ഒരു വശത്തു കൂടി കാഴ്ചയിൽ സ്ഫടികം പോലെ തോന്നിക്കുന്ന ശുദ്ധജലം ഒഴുകുന്ന ഒരു പുഴ ഉണ്ടായിരുന്നു. പുഴയോരത്ത് ഓലമേഞ്ഞ ഒരു കുടിൽ ഉണ്ടായിരുന്നു. ഞാൻ നടന്ന് കുടിലിന് സമീപമെത്തി. അവിടെ
വെള്ളത്തുണി കൊണ്ട് മുഖം മറച്ച ഒരാൾ നിൽക്കുന്നത് കണ്ടു. ഞാൻ പേടിച്ച് തടിച്ചു നിന്നു. ആ മനുഷ്യൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. എല്ലാവരും എന്നെ എം എന്ന് വിളിക്കുന്നു. ഇതേ പേരിൽ ഭാവിയിൽ നിങ്ങൾ വിളിക്കപ്പെടും. അലംഭാവം കാണിക്കരുത്, താഴ്വാരത്തിൽ തങ്ങരുത്, നടക്കുക, പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുക. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പിന്നീട് എല്ലാം അപ്രത്യക്ഷമായി. താഴ്വരയും പുഴയും കുടിലും മുഖം മറച്ചിരുന്ന മനുഷ്യനും എല്ലാം അപ്രത്യക്ഷമായി. ഞാൻ തനിച്ചായി. എനിക്ക് ചുറ്റും മഞ്ഞുമല മാത്രം കാണപ്പെട്ടു. അതിശൈത്യം കാരണം ഞാൻ കിടുകിടാ വറച്ചു. ഞാൻ നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, എന്നെ രക്ഷിക്കൂ. ഞാൻ ചാടി എണീറ്റു. അപ്പോഴും വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. മൂടാൻ തന്നിരുന്ന പഞ്ഞി നിറച്ച പുതപ്പ് കൊണ്ട് ഞാൻ ശരീരം മൂടിയിരുന്നില്ല. നേരം വെളുക്കാറായിരുന്നു. അന്നേരം ശംഖുവിളി മുഴങ്ങുന്നത് കേട്ടു. ആശ്രമത്തിലെ ദിനചരി അതിരാവിലെ തന്നെ തുടങ്ങിയിരുന്നു. ദേവാലയത്തിലെ ആരാധന കഴിഞ്ഞിട്ട് 6 മണിക്ക് യോഗാസന ക്ലാസ് തുടങ്ങും. യോഗ ക്ലാസ്സിന് ശേഷം അരമണിക്കൂർ ധ്യാനമാണ്. കുളിക്കുന്നതിനും മറ്റുമുള്ള ഇടവേളയ്ക്ക് ശേഷം 8 മണിക്ക് ലഘുവായ പ്രാതലാണ്. അത് കഴിഞ്ഞാൽ 10 മണി വരെ ലൈബ്രറിയിൽ പോയി ഇരുന്നോ അഥവാ സ്വന്തം മുറിയിൽ പോയി ഇരുന്നോ സ്വാധ്യായം നടത്തേണ്ടതാണ്. 10 മണിക്ക് സ്വാമി ശിവാനന്ദൻ്റെ പ്രമുഖ ശിഷ്യനും ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ സ്വാമി കൃഷ്ണാനന്ദൻ്റെ ഉപനിഷത്ത് ക്ലാസ് ആയിരിക്കും. ഉച്ച ഭക്ഷണത്തിന് ശേഷം 3 മണി വരെ വിശ്രമ സമയമാണ്. വൈകുന്നേരം 6 മണിക്ക് സത്സംഗം ഉണ്ടായിരിക്കും. പിന്നീട് സന്ധ്യയ്ക്ക് 7 മണിക്ക് ഭക്ഷണ സമയമാണ്. ഭക്ഷണത്തിന് ശേഷം അന്തേവാസികൾ പുറത്തേക്ക് പോകുന്നതിനും അനാവശ്യമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനും വിലക്കുണ്ട്. ഇതിനകം എൻ്റെ നല്ല സുഹൃത്തായി കഴിഞ്ഞിരുന്ന ബ്രഹ്മചാരി രാവിലെ 9:30 മണിക്ക് എൻ്റെ അടുത്ത് വരികയും രാവിലെ 10 മണിക്ക് സ്വാമി ചിദാനന്ദജി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. അത് കേട്ട് ഞാൻ ഉത്സാഹഭരിതനായി. ഞാൻ ആകാംക്ഷയോടെ ബ്രഹ്മചാരിയെ കാത്തിരുന്നു. സ്വാമി കൃഷ്ണാനന്ദൻ്റെ ഉപനിഷ് ക്ലാസ് നഷ്ടപ്പെടുന്നതോർത്ത് കുണ്ഠിതം തോന്നി. അതിനേക്കാൾ പ്രാധാന്യവും ഒരു വലിയ ബഹുമതിയുമാണല്ലോ തനിക്ക് കിട്ടാൻ പോകുന്നത് എന്നോർത്ത് മനസ്സിൽ ആഹ്ലാദം അലതല്ലി. കൃത്യം 10 20 മിനിറ്റായപ്പോൾ ബ്രഹ്മചാരി എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. ബ്രഹ്മചാരി എന്നെ ഓർമ്മിപ്പിച്ചു, സ്വാമിജി മഹാരാജിനെ കാണുമ്പോൾ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിക്കണം. ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, എനിക്ക് എന്തു പ്രായമാണ്, എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, തന്നിരിക്കുന്ന മുറി സൗകര്യപ്രദമാണോ തുടങ്ങിയ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? ശിവപ്രസാദ്, ഞാൻ പറഞ്ഞു. പുതിയ പേരിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. മുമ്പ് യോഗ പരിശീലനം നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടുണ്ട് മഹാരാജ്, 8 വയസ്സുള്ളപ്പോൾ മുതൽ. സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? അധികമൊന്നും പഠിച്ചിട്ടില്ല, എന്നാൽ ദേവനാഗരി ലിപി വായിക്കാൻ കഴിയും. ഹിന്ദി എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. ശരി, ധ്യാനമോ? ഒരു തരത്തിലുള്ള ധ്യാനം സ്വാഭാവികമായി ചെയ്യുന്നു. ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഒരു യോഗിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വലിയൊരു ആഘാതമേറ്റതുപോലെ ഒന്നും ഉരിയിടാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. പ്ലാവിൻ ചുവട്ടിൽ വെച്ച് ഒരു യോഗിയുമായുണ്ടായ സമാഗമത്തെപ്പറ്റി എപ്പോഴെല്ലാം പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എൻ്റെ കണ്ഠനാളത്തെ ഏതോ അജ്ഞാത ശക്തി അമർത്തി ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആക്കുമായിരുന്നു. അതേ അവസ്ഥയിലായിരുന്നു അപ്പോഴും. ഞാൻ കൂടുതലായി ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാൻ ശ്രമിച്ചതുമില്ല. സ്വാമി ചിദാനന്ദജി എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഉള്ളിൽ തട്ടുന്ന വിധത്തിൽ ഹരി ഓം എന്ന് ജപിച്ചു കൊണ്ടിരുന്നു. സ്നേഹപൂർവ്വം ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ ജന്മങ്ങളുടെ സ്വാധീനമാണ്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ജനിച്ചപ്പോൾ നൽകിയ പേര് എന്തായിരുന്നു? ആ ചോദ്യം രണ്ടാമത്തെ ആഘാതമായിരുന്നു. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ശരി, പറയണമെന്നില്ല.
ആസനങ്ങൾ അഭ്യസിക്കൂ. പ്രാണായാമവും കൂടുതലായി പരിശീലിക്കൂ. അതിന് ഇവിടുത്തെ ആസന ആചാര്യൻ സഹായിക്കും. നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ഹിമാലയത്തിലെ മുകൾ ഭാഗം നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നുവെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. ഒരു വേള നിങ്ങളുടെ ഭാഗതയും പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയൂ. ഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. ഹരി ഓം. ആശ്രമത്തിലെ ഒരു മാസത്തെ ജീവിതം അത്യന്തം പ്രയോജനകരമായിരുന്നു. ഞാൻ യോഗ ക്ലാസ്സിൽ ചേർന്നു. ശ്രീ കൃഷ്ണാനന്ദജിയുടെ ഉപനിഷ് ക്ലാസുകളിലും പോയിക്കൊണ്ടിരുന്നു. ആശ്രമത്തിലെ വിപുലമായ ഗ്രന്ഥശേഖരവും ഞാൻ പ്രയോജനപ്പെടുത്തി. സ്വാമി ചിദാനന്ദജിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന സത്സംഗത്തിലും പതിവായി പങ്കെടുത്തുകൊണ്ടിരുന്നു. ഋഷികേശിലെ കാണാത്ത പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ എനിക്ക് വേണ്ടുവോളം സമയം കിട്ടിയിരുന്നു. തോണിയിൽ മിക്ക ദിവസങ്ങളിലും അക്കരെ പോയി പല ആശ്രമങ്ങളും സന്ദർശിക്കുകയുണ്ടായി. ഏറ്റവും പഴക്കം ചെന്ന ആശ്രമം സ്ഥാപിച്ചത് മഹാനായ ബാബ കാലി കമ്പളിവാല ആയിരുന്നു. അദ്ദേഹത്തിന് ഈ പേര് കിട്ടാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായി ആകെ ഉണ്ടായിരുന്നത് ഒരു കാലിക കമ്പിളി, കറുത്ത കമ്പിളി വസ്ത്രം മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യവും ഭക്ഷണവും കിട്ടാനുള്ള സൗകര്യവും അലഞ്ഞു തിരിയുന്ന സന്യാസിമാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ കാലി കമ്പിളിവാല ക്ഷേത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹിമാലയത്തിലെ തീർത്ഥാടകരായ അലഞ്ഞു തിരിയുന്ന സന്യാസിമാർക്ക് വേണ്ടി തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പാതയോരങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് പ്രസ്തുത സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഈ സന്യാസി വര്യനെപ്പറ്റി പല കഥകളും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം മാത്രം പറയാമെന്ന് വിചാരിക്കുന്നു. ഗുജാർ വിഭാഗത്തിൽപ്പെട്ട സുൽത്താന എന്നു പേരുള്ള കുപ്രസിദ്ധനായ ഒരു കൊള്ളക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ സംഘം സമ്പന്നരായ തീർത്ഥാടക സംഘത്തെ ആക്രമിച്ച് കൊള്ളയടിച്ചിരുന്നു. അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ചു വിറയ്ക്കും. കൊള്ള അടിക്കുന്നതിന് അയാളുടേതായ ഒരു പ്രത്യേക ശൈലിയുണ്ടായിരുന്നു. പട്ടാപ്പകലായിരുന്നു അയാൾ കൊള്ളയടിച്ചിരുന്നത്. മുൻകൂട്ടി അറിയിക്കുമായിരുന്നു. ആക്രമിക്കാൻ പോകുന്നുവെന്ന് അറിയിച്ചിട്ടായിരുന്നു അയാളുടെ വരവ്. ഒരിക്കൽ അയാൾ ബാബ കാലി കമ്പിളിവാലയ്ക്ക് ഇന്ന് സമയത്ത് ആശ്രമം കൊള്ളയടിക്കാൻ വരുന്നുവെന്ന് സൂചന നൽകി. സ്വർഗാശ്രമം കൊള്ളയടിക്കാൻ വേണ്ടി വാളും തോക്കുമായി കൊള്ളക്കാരനും സംഘവും എത്തി. ആശ്രമത്തിലെ ജീവനക്കാരും ഭക്തജനങ്ങളും പേടിച്ചു വിറച്ചു. ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പണവും പണ്ടങ്ങളും കൊള്ളയടിക്കാൻ എത്തുന്ന കാര്യം ഓർത്ത് ബാബയൊഴിച്ച് എല്ലാവരും കിടിലം കൊണ്ടു. ബാബ കൊള്ളക്കാരനു വേണ്ടി സദ്യ ഒരുക്കി ആശ്രമത്തിൻ്റെ പൂമുഖത്ത് കാത്തിരുന്നു. 6 പേരുള്ള ഒരു സംഘവുമായി കൊള്ളക്കാരൻ ആശ്രമത്തിലെത്തി. എല്ലാവരും വാളും തോക്കുമായിട്ടാണ് എത്തിയത്. സംഘത്തലവൻ കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ബാബ മുന്നോട്ട് ചെന്ന് അയാളെ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തു. അദ്ദേഹം സംഘത്തലവരോട് സംഘത്തോടും പൂമുഖത്തിരുന്ന് ദാഹം തീർത്ത് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം പണവും പണ്ടങ്ങളും സൂക്ഷിച്ചു വെച്ചിരുന്ന ഭണ്ഡാരത്തിൻ്റെ താക്കോൽ സംഘത്തലവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ഇവിടെ നിന്നും എടുത്തുകൊണ്ടു പോകാം. ഞാൻ ഒരു തരത്തിലുമുള്ള ഹിംസയും രക്തച്ചൊരിച്ചിലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആരെയെങ്കിലും വധിക്കണമെങ്കിൽ അതിനു പകരമായി എന്നെ വധിക്കൂ. കാരണം എനിക്ക് മരണവും ജീവിതവും ഒരുപോലെയാണ്. ഈ സ്ഥലത്തെ പോലീസ് മേധാവി എൻ്റെ ഒരു ഭക്തനാണ്. എനിക്ക് അയാളുടെ സഹായം സ്വീകരിക്കാമായിരുന്നു. അപ്പോഴും സംഭവിക്കുന്നത് ഹിംസയും രക്തച്ചൊരിച്ചിലുമായിരിക്കും. ചിലരുടെ ജീവൻ നഷ്ടപ്പെട്ടെന്ന് വരും. അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബാബാജി തുടർന്നു, നിങ്ങൾക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്തു കഴിഞ്ഞാലും ഉടനെ പോയി കളയരുത്. ഞാൻ നിങ്ങൾക്ക് കൂടെയുള്ളവർക്കും വേണ്ടി സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഇവിടെ ഇരുന്ന്
വിശ്രമിച്ചതിന് ശേഷം പോയാൽ മതി. എനിക്ക് നിങ്ങളോട് പകയോ ശത്രുതയോ ഇല്ല. ഒരു പ്രാണിയോടും ഇല്ല. നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യാം. കൊള്ളക്കാരൻ നാളിതുവരെ ബാബായെപ്പോലെ ഒരാളെ അഭിമുഖീകരിച്ചിട്ടില്ലായിരുന്നു. കൊള്ളക്കാരൻ ശിരസ് കുനിച്ച് ബാബായെ വന്ദിച്ചു. അദ്ദേഹത്തോട് ക്ഷമയാചനം ചെയ്ത് ഭണ്ഡാരം കൊള്ളയടിക്കുന്നതിന് പകരം കുറേ സ്വർണ്ണ നാണയങ്ങൾ ആശ്രമത്തിന് നൽകിയിട്ടാണ് സുൽത്താന പോയത്. പോകുന്ന സമയത്ത് സദ്യയ്ക്ക് നന്ദി പറയാൻ അയാൾ മറന്നില്ല. ഞാൻ വേറെ ചില ആശ്രമങ്ങളും സന്ദർശിച്ചു. യോഗനികേതൻ, പരമാർത്ഥ നികേതൻ, ഗീതാഭവൻ, അതീന്ദ്രിയ ധ്യാനത്തിലൂടെ വിഖ്യാതനായ മഹേഷ് യോഗിയുടെ എയർ കണ്ടീഷൻ ചെയ്ത ഗുഹകൾ എന്നിവയും സന്ദർശിച്ചു. മഹേഷ് യോഗി ഈ ഗുഹകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ബീറ്റിൽസിനു വേണ്ടി നിർമ്മിച്ചവയാണ്. ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം കുന്നിൻ പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയത് ദുർഘടം പിടിച്ച പാതയിലൂടെയായിരുന്നു. കാട്ടിലെ ഇടുങ്ങിയ പാതയിലൂടെയാണ് ലക്ഷ്മണ ധൂലയിലേക്ക് എത്തിയത്. ലക്ഷ്മൺ ധൂലയിൽ ഇരുവശത്തും ധാരാളം ചെറിയ പർണശാലകളും ഓലമേന കുടിലുകളും കണ്ടു. ഗംഗാതീരത്തുള്ള ഈ കുടിലുകളിലും പർണശാലകളിലും യോഗികളും സന്യാസിമാരും ഏകാന്തതയിൽ വസിച്ചിരുന്നു. നദിയെ അഭിമുഖീകരിച്ചുകൊണ്ട് സൗകര്യപ്രദമായ ചുറ്റും പാറക്കെട്ടുള്ള ചെറിയ ഒരു ഗുഹ ഉണ്ടായിരുന്നു. അവിടെയാണ് മസ്താറാം ബാബ വസിച്ചിരുന്നത്. തടിച്ചു കൊഴുത്ത പൊക്കം കുറഞ്ഞ അദ്ദേഹം സദാസമയവും ബ്രഹ്മാനന്ദ ലഹരിയിൽ മുഴുകിയിരിക്കും. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഗുഹയ്ക്ക് സമീപത്ത് സജ്ജമാക്കിയിരുന്ന തടി കൊണ്ടുണ്ടാക്കിയ ഒരു അടച്ചുകെട്ടിലിനുള്ളിലിരുന്ന് ഭക്തിഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കും. മസ്താറാം ബാബ അപൂർവമായിട്ടേ സംസാരിച്ചിരുന്നുള്ളൂ. പാറക്കെട്ടുകളുടെ അപ്പുറത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു പാറക്കുന്ന് കണ്ടു. അതിന് ചുറ്റും മണൽ പരപ്പുണ്ടായിരുന്നു. അത് റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുമായിരുന്നില്ല. ഋഷികേശിൻ്റെ വരുമ്പോഴൊക്കെ ബാബാജി പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു അത്. അദ്ദേഹത്തോടൊപ്പം എത്രയോ സായാഹ്നങ്ങളിൽ അവിടെയിരുന്നു കൊണ്ട് സ്ഫടിക ജലപ്രവാഹത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ഗൗരവമാർന്ന ചർച്ചകളിൽ മുഴുകുകയും ചെയ്തിരുന്നു. അല്ലെങ്കിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരുന്ന് ധ്യാനിക്കും. ലക്ഷ്മൺ ധൂലയിലും പല സമ്പ്രദായങ്ങളിലെ സന്യാസിമാരെയും ആശ്രമങ്ങളും കാണാമായിരുന്നു. രാമായണത്തിലെ ലക്ഷ്മണൻ്റെ പേരിലാണ് ലക്ഷ്മൺ ധൂല അറിയപ്പെടുന്നത്. ധൂല എന്ന വാക്കിൻ്റെ അർത്ഥം ഊഞ്ഞാൽ എന്നാണ്. ഊഞ്ഞാൽ എന്ന് പറയാൻ കാരണം ഗംഗയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം ഒരു തൂക്കുപാലമാണ്. ഈ പാലം കടന്നു കഴിയുമ്പോൾ ഋഷികേശിൽ നിന്നുമുള്ള മെയിൻ റോഡിലെത്താം. ഈ റോഡിലൂടെയാണ് ഹിമാലയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ബദ്രിനാഥിലേക്ക് പോകുന്നത്. ലക്ഷ്മൺ ധൂലയിൽ വെച്ച് ഞാൻ തത്വാല ബാബയുടെ കാണുകയുണ്ടായി. നീണ്ട ജടയുള്ള സന്യാസി മിക്കവാറും നഗ്നനായിരുന്നു. സമീപത്തുള്ള കാട്ടിലെ ഒരു ഗുഹയിലാണ് അദ്ദേഹം വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരിൽ അധികം പേരും അദ്ദേഹം മരണമില്ലാത്ത മഹാവതാര ബാബാജിയാണെന്ന് വിശ്വസിച്ചിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് അദ്ദേഹത്തോട് വലിയ മതിപ്പ് തോന്നിയില്ല. പിന്നീട് ആരോ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നുവെന്ന് അറിയാനിടയായി. അദ്ദേഹം തൻ്റെ ഗുഹയിൽ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. മരണവാർത്ത മിക്കവാറും എല്ലാ മാധ്യമങ്ങളും പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്നും കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ ദുരൂഹമായി അവശേഷിക്കുന്നു. അക്കാലത്ത് ആധ്യാത്മികാന്വേഷകർക്ക് എത്രയും മഹത്തായ ഒരു സ്ഥലമായിരുന്നു ഋഷികേശ്. തീർത്ഥാടന കാലത്ത് തീർത്ഥാടകർ പുണ്യസ്ഥലങ്ങളായ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവിടങ്ങളിലേക്ക് ശാന്തിയും പവിത്രയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൂട്ടം കൂട്ടമായി എത്തിച്ചേരും. അപ്പോൾ എല്ലായിടത്തും കേൾക്കുന്നത് അവസരങ്ങളായിരിക്കും. തീർത്ഥാടകർക്ക് ഈ പുണ്യസ്ഥലങ്ങളിലെ അനവധി ആശ്രമങ്ങൾ സന്ദർശിക്കുന്നതിനും
വിവിധ സമുദായങ്ങളിലെ സന്യാസിമാരുമായി ബന്ധപ്പെടുന്നതിനും ഒരിടത്തും സ്ഥിരമായി വസിക്കാത്ത സന്യാസിമാരെ ദർശിക്കുന്നതിനും അവസരം കിട്ടുന്നു. അതിലൂടെ ഒരാൾക്ക് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു വിശാല കാഴ്ച ലഭിക്കും. ആ സ്ഥലം പരിശുദ്ധമായി സൂക്ഷിക്കപ്പെട്ടിരുന്നു. നദിയിൽ കുളിക്കുന്നവർ സോപ്പ് ഉപയോഗിച്ചിരുന്നില്ല. നദിയിലെ ജലം സ്ഫടികം പോലെ ശുദ്ധമായിരുന്നു. അന്ന് ഇന്ന് കാണുന്ന രീതിയിലുള്ള റിസോർട്ടുകൾ ഇല്ലായിരുന്നു. പ്ലാസ്റ്റിക് കപ്പുകളും നശിക്കാത്ത കുപ്പക്കൂനകളും മറ്റും നദീതീരങ്ങളിൽ ഇന്നത്തെ പോലെ അന്ന് കാണപ്പെട്ടിരുന്നില്ല. ഒരാൾക്ക് കാണാൻ കഴിയുന്ന വിദേശീയർ ഒന്നുകിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്ന ആധ്യാത്മിക സാധകരായിരുന്നു, അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ഔന്നത്യവും പർവ്വതങ്ങളുടെ സൗന്ദര്യവും ആസ്വദിക്കാൻ വേണ്ടി വന്നവരായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടോ അന്തരീക്ഷം എന്നെ തൃപ്തിപ്പെടുത്തിയില്ല. ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ മനസ്സ് വെമ്പൽ കൊണ്ടു. മനസ്സ് എന്നോട് ഇങ്ങനെ മന്ത്രിച്ചു: ഈ കാണുന്നതൊക്കെ അതീവ മനോഹരമാണെങ്കിലും ഹിമാലയത്തിൻ്റെ അടിവാരങ്ങൾ മാത്രമാണ്. ഹിമഛാദിതങ്ങളായ കൊടുമുടികൾ എന്നെ മാടി വിളിക്കുകയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി പ്രസ്താവ്യമാണ്. ഞാൻ കണ്ടുമുട്ടിയിരുന്ന അനേകം സന്യാസിമാരിൽ ഞാൻ എൻ്റെ സങ്കല്പത്തിൽ കണ്ടിരുന്ന ഹിമാലയ യോഗിയെ കാണാൻ കഴിഞ്ഞില്ല. അവരിൽ പലരും മഹാപണ്ഡിതന്മാർ ആയിരുന്നു. വിശാലമായ സന്യാസി മഠങ്ങളിലെ മഠാധിപതികളും ആയിരുന്നു. ചിലർ യോഗശാസ്ത്രത്തിൽ പാരംഗതർ ആയിരുന്നു. വേറെ ചിലർ എപ്പോഴും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്ന കഞ്ചാവിന് അടിമപ്പെട്ട് വൈരാഗിയായിരുന്നു. അവർ വെറും പരിശുദ്ധ യാചകർ ആയിരുന്നു. അവർക്ക് ഹിന്ദുധർമ്മത്തിൻ്റെ അഗാധ തലങ്ങളെപ്പറ്റി യാതൊരറിവും ഇല്ലായിരുന്നു. അവസാനം സൂചിപ്പിച്ച ഇവരോട് എനിക്ക് അങ്ങേയറ്റത്തെ വെറുപ്പായിരുന്നു. എന്തൊക്കെയായാലും ഞാൻ എൻ്റെ സാധനയ്ക്ക് വിഘ്നം വരുത്തിയിരുന്നില്ല. ഏറെ നേരം ഗംഗാപ്രവാഹത്തെ സ്വാഗതം നോക്കിയിരിക്കും. യോഗ പരിശീലനവും ധ്യാന പരിശീലനവും നടത്തിക്കൊണ്ടിരുന്നു. അധ്യയനവും തുറന്നുകൊണ്ടിരുന്നു. വായിക്കാൻ കഴിയുന്നത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു. എന്നിരുന്നാലും നിർവചിക്കാനാവാത്ത എന്തോ ഒന്നിനു വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. പൗർണമി രാവുകളിൽ നദീതീരം അതീവ മനോഹരമായിരുന്നു. അപ്പോൾ നദിക്കരയിൽ ഇരിക്കുന്നത് ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. ഒരു രാത്രിയിൽ ഗംഗാപ്രവാഹം നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം എന്നോട് സൗഹൃദം പുലർത്തിയിരുന്ന പ്രായം ചെന്ന ദക്ഷിണേന്ത്യക്കാരനായ ഒരു സന്യാസി എൻ്റെ അരികിൽ വന്നിരുന്നു. പ്രകൃതി ഒരുക്കിയ മോഹന ദൃശ്യത്തെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു: ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആകാമല്ലോ എന്ന് പറഞ്ഞുവെങ്കിലും രാത്രിയുടെ വശ്യമനോഹാരിത ആസ്വദിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സംസാരം തടസ്സമാകുമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. വൃദ്ധ സന്യാസി തുടർന്നു: ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ പ്രദേശങ്ങളിൽ കഴിയുന്നു. ആദ്യകാലത്ത് ഇവിടുത്തെ ജീവിതം ആവേശകരമായ അനുഭവമായിരുന്നു. സത്സംഗങ്ങളും ഭക്തി നിർഭരമായ ഗാനങ്ങളും കാവ്യവസ്ത്രധാരികളായ സന്യാസിമാരും ഈ നദിയും കുന്നുകളും എല്ലാം ആനന്ദം പകരുന്ന അനുഭവങ്ങളായിരുന്നു. എനിക്ക് ഉണ്ടായിരുന്ന നല്ല ഉദ്യോഗം ഞാൻ വേണ്ടെന്ന് വെച്ച് ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിച്ച് സന്യാസത്തിൻ്റെ വശ്യമായ ഒരു ചിത്രം എൻ്റെ മുന്നിൽ അവതരിപ്പിച്ച സ്വാമി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഒരു നിമിഷം മൗനം അവലംബിച്ചതിന് ശേഷം അദ്ദേഹം തുടർന്നു: ഒടുവിൽ മറകൾ ഓരോന്നായി നീങ്ങിത്തുടങ്ങിയപ്പോൾ കാപട്യം വെളിവായി. ആശ്രമങ്ങളെല്ലാം തന്നെ അധികാര വടംവലികളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ഉപജാപക സംഘമാണ് നടത്തുന്നത്. വളരെ വൈകിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. എൻ്റെ ഭാര്യ മറ്റാരെയോ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. എൻ്റെ കുട്ടികൾ എന്നെ വെറുക്കുന്നു. ധ്യാനത്തിൽ എന്നിൽ ഒന്നും തന്നെ ദർശിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്നും കാമനകളുടെ കോപിഷ്ഠനായ മനുഷ്യനാണ്. എനിക്ക് മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ സന്യാസം സ്വീകരിച്ചു പോയതുകൊണ്ട് ഇനി ഈ വേഷം തന്നെ തുടരട്ടെ എന്ന് വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് സമൂഹത്തിന് ഒരു പ്രയോജനവുമില്ല.
ഞാൻ മരണവും കാത്തു കഴിയുന്നു. കുറഞ്ഞ പക്ഷം ഭക്ഷണവും താമസ സൗകര്യവും ആശ്രമത്തിൽ കിട്ടുമല്ലോ. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ക്ഷമ നശിച്ചതുപോലെ തോന്നി. ഞാൻ തെല്ല് അരിശത്തോടെ ചോദിച്ചു, ഇതൊക്കെ താങ്കൾ എന്തിനാണ് എന്നോട് പറയുന്നത്? ഞാൻ അദ്ദേഹത്തെ പാകതയുള്ള മുതിർന്ന ഒരു സന്യാസിയായിട്ടാണ് കരുതിയിരുന്നത്. പോരാഞ്ഞിട്ട് അദ്ദേഹം സ്വാമിജിയുടെ ഒരു പ്രധാന ശിഷ്യനുമായിരുന്നു. അദ്ദേഹം എൻ്റെ ചോദ്യത്തിന് ഇങ്ങനെ മറുപടി നൽകി, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ നന്നേ ചെറുപ്പമാണ്, കാണാൻ സുന്ദരനാണ്, വിദ്യാസമ്പന്നനുമാണ്. അധികം വൈകിപ്പോകുന്നതിന് മുമ്പ് ഉപദേശിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒന്നും ലഭിക്കുകയില്ല. ഹിമാലയത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുവെന്നും സാഹസിക യാത്ര നടത്താൻ കഴിഞ്ഞുവെന്നും അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് നേടാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിട്ട് ഒരു യാത്രാ വിവരണം എഴുതൂ. നിങ്ങൾ വേറെ എന്ത് ചെയ്യാനാണ്? അദ്ദേഹം വീണ്ടും വാചാലനായി. 9 മുതൽ 5 മണിവരെ പണിയെടുക്കുന്ന സാധാരണ മനുഷ്യൻ്റെ ജീവിതം നയിക്കണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു ഗുരുവായി ചമഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം. വിദേശീയരെ ആകർഷിക്കാനുള്ള എല്ലാ സാമഗ്രികളും നിങ്ങളിലുണ്ട്. അവർക്ക് നിങ്ങൾ ഏതെങ്കിലും നിസ്സാരമായ തത്വോപദേശം നൽകൂ, അവർ നിങ്ങളുടെ ചൂണ്ടയിൽ കൊത്തും. നിങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത ഗുഹകൾ കണ്ടിരിക്കുമല്ലോ. എൻ്റെ അരിശം മൂത്തു. ആ വൃദ്ധൻ എന്നെ പ്രലോഭിപ്പിച്ച് വഴിതെറ്റിക്കാൻ വന്ന സാത്താനാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തോട് കർക്കശ സ്വരത്തിൽ പറഞ്ഞു, ദയവായി മതിയാക്കൂ. താങ്കളിൽ നിന്ന് ഞാൻ ഇനി ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയോ? ആ മഹായോഗിക്കും തൻ്റെ കോപം അടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കയർത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നശിച്ചു പോകരുത് എന്ന് വിചാരിച്ചാണ് ഉപദേശിച്ചത്. ഫലമുണ്ടായില്ല. തൻ്റെ നാശം അടുത്തിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളെ ശല്യം ചെയ്യുകയില്ല. അദ്ദേഹം അവിടെ നിന്നും എണീറ്റ് പോയി. എങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാരം പല വിധത്തിലും എന്നെ അസ്വസ്ഥനാക്കി. മേലാൽ എനിക്ക് ഒരു സന്യാസിയെയും മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയുകയില്ലെന്ന ചിന്തയ്ക്ക് ഞാൻ അധീനനായി. ഋജുവായ സംശയരഹിതമായ എൻ്റെ മനസ്സ് ശങ്കാകുലമായി. ഞാൻ തീർത്ഥാടനത്തിൻ്റെ പാതയിലൂടെ സഞ്ചാരം തുടരാൻ നിശ്ചയിച്ചു. ഞാൻ സ്ഥിരമായി ഒരിടത്തും താമസിക്കാത്ത ഒരു സന്യാസിയെ തീർച്ചയായും കണ്ടെത്തും. അനന്തരാവകാശമുള്ള ഏതെങ്കിലും സ്ഥാപനവുമായി ബന്ധമില്ലാത്ത ഒരു സന്യാസിയെ അന്വേഷിക്കും. ഞാൻ സ്വാമി ചിദാനന്ദനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി സമയം ചോദിച്ചു. അദ്ദേഹം അതിന് സമ്മതിച്ചു. പ്രായം ചെന്ന സന്യാസിയുമായി നടത്തിയ സംഭാഷണത്തെപ്പറ്റി ഒന്നും തന്നെ അദ്ദേഹത്തോട് പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. ഞാൻ സംതൃപ്തനല്ലെന്നും ബദ്രിനാഥും ഹിമാലയത്തിലെ ആരാധനാലയങ്ങളും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹത്തെ അറിയിച്ചു. നാളെ തന്നെ യാത്ര പുറപ്പെടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു. സ്വാമി ചിദാനന്ദൻ ശിരസിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു. അദ്ദേഹം എന്നോട് ഞാൻ ആശ്രമത്തിൽ നിന്ന് പോകുമെന്ന് അറിയാമായിരുന്നുവെന്ന് അറിയിച്ചു. ഇനിയും പല അനുഭവങ്ങൾ നേടാനുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, കുറഞ്ഞത് 2 കമ്പിളിപ്പുതപ്പെങ്കിലും കരുതിക്കൊള്ളണം. പണം ആവശ്യമുണ്ടെങ്കിൽ തരാം. ഞാൻ പണം സ്വീകരിച്ചില്ല. എൻ്റെ പക്കൽ പണം ഉണ്ടായിരുന്നു. ഞാൻ ശിരസ് കുനിച്ച് അദ്ദേഹത്തെ വണങ്ങി. എന്നിട്ട് അവിടെ നിന്നും യാത്രയായി. അന്നേരം താൻ സ്വതന്ത്രനാണെന്ന തോന്നൽ എനിക്കുണ്ടായി. അതോടൊപ്പം ഹൃദയത്തിന് ലാഘവവും അനുഭവപ്പെട്ടു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഹരി ഓം.